ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ ഒരു വിഷയം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉരുളി തൊട്ട് ആനക്കൊമ്പ് വരെ, അതിൻ്റെ ഇടയിൽ ഒരു 17 ചാക്ക് മഞ്ചാടി കുരു വരെ കാണാനില്ല. ഉണ്ണിക്കണ്ണന്റെ ഓരോരോ ലീലാവിലാസങ്ങളെ എന്താല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വയ്ക്കാത്തതിനാൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ട്. ചാക്ക് കണക്കിന് മഞ്ചാടിക്കുരു കാണാതായി, കുങ്കുമപ്പൂവ് രേഖകളിൽ കൊള്ളിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചിരുന്നു എന്നും ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. 2019 മുതൽ 22 വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിൽ ഉടനീളം ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. പാലക്കാട് സ്വദേശി ക്ഷേത്രത്തിന് നൽകിയ 2000 കിലോ തൂക്കം വരുന്ന 15 ലക്ഷം രൂപ വിലയുള്ള ഉരുളി എവിടെയും കണക്കിൽ ചേർത്തിട്ടില്ല. 1,47,000 രൂപയ്ക്ക് ദില്ലിയിൽ നിന്ന് കുങ്കുമപ്പൂവ് വാങ്ങുന്നുണ്ട്. എന്നാൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന കുങ്കുമപ്പൂവിന് രസീത് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സാധനവും അക്കൗണ്ട് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പാക്കാനാവുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതിനും കുറവ് വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2650 ഗ്രാം വെള്ളി ഉരുപ്പടി തിരിച്ചേൽപ്പിച്ചപ്പോൾ 750 ഗ്രാം മാത്രമായി. 2020 ജൂലൈ 15-ന് SBI ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപ കാലാവധി പൂർത്തിയായ സ്വർണം പുതുക്കി വെക്കാത്തതുകൊണ്ട് 79 ലക്ഷം രൂപയുടെ നഷ്ടം ദേവസ്വത്തിന് ഉണ്ടായി. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന 17 ചാക്കുകളിലായുള്ള മഞ്ചാടിക്കുരു കാണാനില്ലെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. രേഖകളൊക്കെ മിക്കവാറും ചെതലെടുത്ത് പോയി കാണും. പിന്നെ സ്വർണ്ണമൊക്കെ ചെമ്പായി കാണും, വെള്ളി ഇരുമ്പായി കാണും. ഇതൊക്കെ എല്ലാം കണ്ണന്റെ ലീലാവിലാസങ്ങളായി മാത്രം കണക്കാക്കിയാൽ മതി കേട്ടോ. അല്ലാതെ എങ്ങനെയുണ്ട് ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ പോകുന്നത്? ഇനി ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു ഭക്തൻ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു ഉരുളി സമ്മാനിച്ചു. ആ ഉരുളി വരെ കാണാനില്ല. മൊത്തത്തിൽ കൈയിട്ട് വാരക്കമാണല്ലോ. ഗുരുവായൂർ ക്ഷേത്ര അമ്പലത്തിലൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇവരുടെ കീഴിൽ വരുന്ന ബാക്കി ചെറു ക്ഷേത്രങ്ങളിലൊക്കെ എത്രത്തോളം ഇതുപോലത്തെ അഴിമതികളും കള്ളത്തരങ്ങളും കുറെ അമ്പലം വിഴുങ്ങികളും ഉണ്ടല്ലോ, എത്രത്തോളം അമ്പലം വിഴുങ്ങികൾ കാണും. പക്ഷെ ഇത് ഓരോന്നും ഇവിടുത്തെ ഒരു വല്ലാത്ത വിഴുങ്ങികൾ തന്നെ കേട്ടോ. ഈ 17 ചാക്ക് മഞ്ചാടിക്കുരു ഉമ്മാർക്ക് എന്തിനെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു, രസീത് എഴുതുന്നത് ഉൾക്കൊള്ളിപ്പിക്കാതെ പോകുന്നു. മാത്രമല്ല സ്വർണം വെച്ചത് പുതുക്കാത്ത കൊണ്ട് തന്നെ ആൾമോസ്റ്റ് 79 ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ടി വന്നു. ഭക്തരൊക്കെ ഓരോ ഭക്തരും അവിടെ പോകുന്നത്, ഇപ്പൊ ശബരിമല ആയിക്കൊള്ളട്ടെ, ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നത് ഈ ഭക്തി മൂത്ത് ഓരോന്നൊക്കെ ദേവന് സമർപ്പിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവരെല്ലാവരും ഓരോരോ പണമോ പൈസ ഒന്നും നോക്കാതെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ദൈവത്തിന് സമർപ്പിക്കും, കാണിക്കയായിട്ട് വെക്കും. ഓരോരുത്തർക്കും ഓരോ വിശ്വാസത്തിന്റെ പേരിൽ അതൊക്കെ നേരെ ചെന്നെത്തുന്നത് ഭഗവാന് അറിയാലോ. ഈ പണവും സ്വത്തോ ബാക്കിയുള്ള കാര്യ സാധനങ്ങൾക്ക് ഒന്നും ഭഗവാന് ആവശ്യമില്ല. ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാണ്. അവിടുത്തെ ഉള്ള കുറെ അമ്പലം വിഴുങ്ങികൾക്ക് നേരെ അവരെ വായിക്കാത്തോട്ടാണ് അതൊക്കെ പോകുന്നത്. ഭഗവാനാണെങ്കിൽ ഒരു പൂവോ ഹാരമോ നെയ്വിളക്കോ അത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസത്തോടു കൂടി അത് കറക്റ്റായിട്ട് ഭഗവാൻ തന്നെ എത്തും എന്ന് വിശ്വസിക്കാം. ബാക്കി ഈ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ഈ നേരെ ഓരോരോ വിഴുങ്ങികൾ എടുത്തോണ്ട് പോകും. എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊക്കെ! ഓരോരോ റിപ്പോർട്ട് വന്നപ്പോൾ അറിയാം. ഇതിപ്പോൾ എത്ര കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇതൊക്കെ ഈ ക്ഷേത്രത്തിലെ ഇതുപോലത്തെ ഓരോരോ അഴിമതികൾ നടക്കുന്നതൊക്കെ എങ്ങനെ തടയിടാൻ പറ്റും? അവിടുത്തെ അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ വിചാരിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഗംഭീര വിഴുങ്ങലൊക്കെ നടക്കാതിരിക്കത്തുള്ളൂ. ആരുണ്ട് ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. ഇതുപോലെ എന്തെങ്കിലും റിപ്പോർട്ട് വരുമ്പോൾ ഓരോന്നും അറിയാം. അത് കാണാനില്ല, ഇത് കാണാനില്ല. പിന്നെ കുറച്ച് ദിവസം ആ ഒരു പ്രശ്നം എല്ലാ മീഡിയയിലായിക്കൊള്ളട്ടെ, ബാക്കി എല്ലാത്തിലും നടക്കും. അതിനുശേഷം എന്ത് ചെയ്യും? വീണ്ടും ശങ്കരൻ തെങ്ങിന്റെ മണ്ടേ കണക്കെങ്കിൽ പഴയപടി തന്നെ പൊക്കോണ്ടിരിക്കും. അതേപോലെ കുങ്കുമപ്പൂ വാങ്ങിക്കുന്നത്, കുങ്കുമപ്പൂ ഓരോ ഭക്തർ അങ്ങോട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ രേഖകളിൽ ഓരോന്നും വരവും ചെലവും എല്ലാം രേഖകളിൽ കറക്റ്റായിട്ട് ഉൾക്കൊള്ളിച്ച് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി ഓഡിറ്റും ബാക്കി കാര്യങ്ങളും വരുമ്പോഴും കറക്റ്റായിട്ടൊരു അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇത് എവിടെയൊക്കെ ഓരോന്നൊക്കെ രസീതില്ലാതെ കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലോട്ട് പോവുകയാണ്. ഓരോരോ വിശ്വാസികളും കൊടുക്കുന്നു. അത് ക്ഷേത്രത്തിലുള്ള അവിടുത്തെ കാര്യം നിർവഹണം ചെയ്യേണ്ട ആൾക്കാർ തന്നെ എടുത്തുകൊണ്ട് പോയി അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു.
ഇതുപോലത്തെ ഓരോരോ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കാണിക്കുക ദൈവത്തിനല്ല പോകുന്നത്, അവിടെ ആൾക്കാരുടെ വീട്ടുകളിലേക്കാണ് ഓരോന്നും പോകുന്നത്. ഇതിനെയൊക്കെ തടയിടാൻ ഒന്ന് ഉദ്യോഗസ്ഥർ വിചാരിക്കണം, മറ്റൊന്ന് ക്ഷേത്രത്തിൽ പോകുമ്പം എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് ആ വിശ്വാസികൾ തീരുമാനിക്കണം. അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പരിധി വരെ അങ്ങ് തടയിടാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ അവിടെ പോവാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കും, ആരും അറിയത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ന്യൂസിലോ ബാക്കി കാര്യങ്ങളോ വരുമ്പോൾ അറിയും. ഇതൊക്കെ എല്ലാം കൃഷ്ണന്റെ മായായെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് അങ്ങ് തീരും. ഇതിപ്പം കൂടി പോയി കഴിഞ്ഞാൽ അറിയാലോ, കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ കാര്യം ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആവും. കറക്റ്റായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞാൽ നന്നാവും. ഇനി ഓരോരോ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്ത് പോയി ചുരണ്ടിയല്ല നോക്കുന്നത്, നമ്മൾ പുറത്തു നിന്നാണ് തൊഴുന്നത് ഭഗവാനെ. അതൊക്കെ ഇനിയിപ്പം ചെമ്പാണോ, സ്വർണം പൂശിയതാണോ, അതോ കൊല്ലം സുപ്രീം ആണോ, ഏതാണോ അത് ഇരിക്കണേന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറിയാം, ചിലപ്പോൾ ആ പോറ്റിക്കും അറിയായിരിക്കും. കലികാലം തന്നെ കേട്ടോ, കലികാലം. കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ജട്ടി വരെ അടിച്ചോണ്ട് പോകുമാര്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. അപ്പം എല്ലാവരും ഹിന്ദു വിശ്വാസികളും ക്ഷേത്രത്തിൽ പോകുന്നവരും ഓരോരോ വിലപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുന്നവരും ഇതൊക്കെ ഓരോ സമയവും ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഓർത്താൽ നന്ന്. എന്ത് പറയാനല്ലേ ഇതിനകത്തൊക്കെ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം.